എൻ്റെ ലാസ്റ്റ് വീഡിയോ ഫോൺ അഡിക്ഷനെ പറ്റിയിട്ടായിരുന്നു. ഫോൺ അഡിക്ഷൻ അല്ല, ഇൻസ്റ്റഗ്രാമിലുള്ള പേജുകളിൽ സ്വന്തം വീടുകളിലുള്ള ഫോട്ടോകൾ ഷെയർ ചെയ്യുകയും ആ ഫോട്ടോകൾ പിന്നീട് കച്ചവടം ചെയ്യപ്പെടുക കുറെ കൂടെ ഡീപ്പായിട്ടുള്ള ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അത് ഈ ടെലിഗ്രാം ഗ്രൂപ്പ്സിനെ കുറിച്ച് ഒരുപാട് തവണ സംസാരിച്ചിട്ടുള്ള. അതായത് ഇത് സ്വന്തം വീട്ടിലത്തെ ആൾക്കാരെ വീഡിയോസ് എടുത്തിട്ടാണ് ഇതിൽ പെട്ടുപോയ ഒരു കുട്ടിയുടെ അനുഭവം നമ്മൾ ഈ പാരന്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ടതാണ്. എന്നോട് ഈ ഇൻസിഡന്റ് പറഞ്ഞിട്ടുള്ളത് ആ കുട്ടിയുടെ കസിനാണ്. അപ്പം ആ കസിൻ എന്നോട് ഇതൊക്കെ പറഞ്ഞാൽ അവസാനിച്ചപ്പോൾ നിങ്ങൾ ആ കുട്ടിനെ അടിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടെന്ന് പറഞ്ഞപ്പോൾ അത് ഒരിക്കലും ചെയ്തിട്ടില്ല. ഓൻ എന്നോട് ഇത് പറയാനുള്ള കാരണം ഇതെല്ലാവരും കേൾക്കേണ്ട ഒരു സാധനം തോന്നി. അതായത് ഓൻ ഇത് എന്നോട് പറയാനുള്ള കാരണം ഓൻ എന്നോട് ഇത് പറഞ്ഞാലും ഞാൻ ഓൻ്റെ ജീവിതം നശിച്ചു പോയിന്നോ, ഓൻ ഇല്ലാതായിന്നോ, അല്ലെങ്കിൽ ഓനെ അടിക്കാനോ ഓനെ കുറ്റപ്പെടുത്താനോ ഞാൻ നിൽക്കൂല എന്നുള്ളൊരു ഉറപ്പിൻ്റെ പുറത്താണോ എന്നോട് അത് പറഞ്ഞത്. അതുകൊണ്ടാണോ എനിക്ക് ഓനെ രക്ഷപ്പെടുത്താൻ സാധിച്ചത്? ഇതൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ എന്നോട് ഒരാൾ വന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെ ഒരു മെസ്സേജ് ആൾ നമ്മളോടൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. ആളെനിക്ക് ഭയങ്കര റെസ്പെക്ട് തോന്നിപ്പോയി. കാരണം അങ്ങനെ പറയാനുള്ള സ്പേസ് കൊടുത്താലേ ഈ കുട്ടികൾ എന്തെങ്കിലും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ പറയുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ പറയാനുള്ള സ്പേസ് കൊടുത്താലേ ആ സ്പേസിൽ നമുക്ക് ഇവരോട് അത് ഇതിനൊരു ബൗണ്ടറി ഉണ്ട് കേട്ടോ, ഇതിങ്ങനെ പ്രശ്നം ഉണ്ട് കേട്ടോ എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. വേണ്ടടോ വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് കിട്ടാൻ വേറെ ഒരുപാട് സോഴ്സുകൾ ആളുടെ അടുത്തുണ്ട്. ഈ കുട്ടീനെ വടിയെടുത്ത് അടിക്കാനാണെന്നുണ്ടെങ്കിൽ ആ കുട്ടി കോളേജിൽ പോയി തിരിച്ചു വരും. അല്ലെങ്കിൽ ആ കുട്ടി കുറെ കൂടെ വലിയൊരു അഡൾട്ടായി മാറുമ്പോൾ ആളുകൾ എങ്ങനെ റെഗുലേറ്റ് ചെയ്യും? കഴിയൂല. അടീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല, നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് ഒക്കെ നമുക്ക് ആവശ്യമാണ്. അതിനൊക്കെ ഒരു പരിധിയുണ്ട്.